ഇരു സൈഡുകളിലുമുള്ള കൃഷിപ്പാടങ്ങളാണ് അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് നമ്മൾ ചെല്ലുന്ന സമയത്ത് ഒരു ഭാഗത്ത് ചോളം കമ്പപ്പാടങ്ങളാണ്. വളരെ എന്താ പറയുക, കണ്ണെത്താ ദൂരത്ത് കിടക്കുന്ന അത്രയും വിശാലമായിട്ട്. അതാ രാവിലത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ മഞ്ഞുതുള്ളികൾ അതിൻ്റെ മുകളിലൊക്കെ നിൽക്കണമുള്ള കാഴ്ച പറഞ്ഞാൽ വല്ലാത്തൊരു അനുഭവമുള്ള കാഴ്ചയാണ്. അതിന്റെ വിളവെടുപ്പിന്റെ സമയം കൂടിയായിരുന്നു. ചോളത്തിന്റെ വിളവെടുപ്പിന്റെ സമയമാണ്. നമ്മൾ നേരെ കഴിഞ്ഞ് പിന്നെ ഷറഫുവിന്റെ ശരിക്കും ഒരു സ്ഥലത്തിന്റെ ഒരു പേരുണ്ട്. നമ്മളൊരു 5 മിനിറ്റ് 10 മിനിറ്റ് യാത്ര ചെയ്തിട്ടുണ്ടാവും, ബൈക്കിൽ 15 മിനിറ്റ് യാത്ര ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ അവിടെ ഷർഫുസ്താന്റെ ശരിക്കും അദ്ദേഹത്തിന്റെ കടയൊക്കെ ഉള്ള ആ ഒരു പിന്നെ പീടിയിലേക്ക് അവിടെ നിർത്തിയിട്ട് നമ്മളൊന്ന് ചായ കുടിക്കാൻ വേണ്ടി കയറുണ്ട്. ഒരു ഉപ്പുപ്പാന്റെ കടയിൽ നിന്ന്. ആ ഒരു ഉപ്പുപ്പാന്റെ കടയിൽ നിന്ന് ചെറിയ മോന് അല്ലെ, ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന ചായ ഉണ്ടാക്കുന്നത്. അതെ 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 അതെ. നമ്മളപ്പോൾ അവനോട് പ്രത്യേകിച്ച് അവനോട് ചോദിക്കുകയൊക്കെ ചെയ്തു, സ്കൂളിൽ പോകുന്നില്ലേ എന്ന് ചോദിച്ചാൽ അവർക്ക് വേറെന്തോ ചോദിക്കണ പോലെയാണ്. മദ്രസ ഓക്കെ, സ്കൂളിൽ പോകുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇല്ല എന്ന് പറയാൻ പേടിയോ ഉണ്ട് എന്ന് പറയാൻ താല്പര്യമില്ലായ്മയോ ഒക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. സ്കൂളെന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പോഴും അവിടെ ഒരു ബീച്ച് ഒരു പ്ലാൻ ബി ആണ്. രണ്ടാമത്തെ ചോയ്സാണ്. അവരുടെ ചിന്തയിലോ പ്ലാനിലോ അന്നൊന്നും കയറിയിട്ടില്ല സ്കൂൾ എന്ന് പറഞ്ഞ സങ്കല്പം. അവിടുന്ന് ചായ കുടിക്കുമ്പോൾ ആ കാര്യമൊക്കെ പറയാൻ വിശാലമായിട്ട് പറയേണ്ട സംഭവമാണ്. വെച്ചാൽ പച്ചയായ മനുഷ്യന്മാർ നമ്മൾ ചെല്ലുന്ന സമയത്ത് എവിടുന്നോ വന്ന ആളുകളെ ആ ഒരു നോട്ടത്തിൽ കാണുന്നു. നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ പ്രയോറിറ്റി അല്ലേ, അവിടെ ഇരിക്കുന്ന ആളൊക്കെ നമുക്ക് പ്രയോറിറ്റി കിട്ടുന്നു. ചായ കുടിക്കുന്നു, പഴയ ബെഞ്ചിലൊക്കെ ഇരുന്ന് നമ്മൾ ചായ കുടിച്ച് സലാം പറഞ്ഞു പോരുന്നു. പക്ഷേ അവിടെയൊക്കെ മനുഷ്യന്മാരെ ആ പച്ചയായ സ്നേഹം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നുമില്ല, കാപ്പട്യങ്ങളില്ല, തന്മയത്വത്തോടു കൂടി പോകുന്ന ഒരു ജീവിതം. അതെ. അതിലൂടെ പോയിട്ട് നമ്മൾ നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുന്നു. അവിടെയും നമുക്ക് വീട്ടിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് നമ്മൾ പോകുന്നത് വെച്ചാൽ അവിടെ കുറച്ചു നേരം നിൽക്കുമ്പോൾ അവിടെ വേറൊരു സംഗതി ഉണ്ടായിരുന്നു. അവിടെ കുട്ടികൾ മദ്രസയിലേക്ക് പോകുന്നൊരു കാഴ്ച ഉണ്ടായിരുന്നു നമ്മൾ കണ്ടത് അല്ലേ. അപ്പോൾ അതിരാവിലെ എന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ മദ്രസ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് ഇഖ്റ മോഡൽ അക്കാഡമി. അതും അതിമനോഹരമായ ഒരു ഗ്രാമത്തിന്റെ ഉള്ളിലൂടെയാണ് നമ്മൾ അവിടെ എത്തുന്നത്. ഇടതൂർന്ന വീടുകൾ, ഇടതൂർന്ന വനങ്ങൾ, ഇടതൂർന്ന വീടുകൾ. ഒരു വീട്ടിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന വെള്ളം മറ്റൊരു വീട്ടിൻ്റെ മുറ്റത്തേക്ക് എന്ന രൂപത്തിൽ അടുത്തടുത്ത വീടുകളും. എന്നാൽ ഭയങ്കര ക്ലീനായിരുന്നു. നീറ്റാണ്, വളരെ വൃത്തിയുള്ള റോഡും പരിസരവും ഒക്കെ. പിന്നെ നേരെ നമ്മൾ ഇഖ്റ മോഡൽ അക്കാഡമിയിലേക്ക് എത്തുമ്പോൾ വേറെ വൈബായി. കാരണം ഒരു വയലിൻ്റെ ഇങ്ങനെ റോഡ് ഇങ്ങനെ കടന്നു പോയി അവസാനം വിശാലമായൊരു വയലിൻ്റെ ഓരത്തേക്കാണ് ഇതിച്ച് കടന്നു ചെല്ലുന്നത്. ആ വയലിൻ്റെ ഒരു അറ്റത്ത് ഈ നല്ല മനോഹരമായ ഈ ഒരു പിന്നെ എന്താ പറയുക, നമ്മൾ ഒരു ഷർട്ടിൻ്റെ കരയിട്ട പോലെ ആ കരയിൽ തേച്ച് വെച്ച പോലെ ഒരു ചെറിയ ഒരു സ്കൂൾ.